താങ്ക് യു വെരി മച്ച്. ഏവർക്കും നമസ്കാരം. ഞാൻ വിജ സുരേഷ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വിളംബരം ചെയ്തുകൊണ്ട് പൂവിളിയും പൂക്കളവുമായി വീണ്ടും ഇതാ ഒരോണക്കാലം. ഓർമ്മകളിലെ ബാല്യത്തിന്റെ പുനർജനിയായി അതിരാവിലെ പൂവേ പൊലി എന്ന ആർപ്പുവിളിയുമായി തൊടികൾ തോറും പൂ പറിച്ച് നടന്ന കാലം. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും കൊണ്ട് മുറ്റത്ത് മെഴുകിയ ഇത്തിരി വട്ടത്തിൽ ആശിച്ചൊരുക്കിയ പൂക്കളങ്ങൾ മനസ്സിലെ മരുഭൂമിയിൽ വിരുന്നു വന്ന മധുര സ്മരണകളുടെ പൂക്കാലത്തെ വരവേൽക്കുവാനും പുതിയ തലമുറയെ ഓണത്തിന്റെ തനിമ കാട്ടിക്കൊടുക്കുവാനും ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന അലവിൽ ലയൺസ് ക്ലബിന്റെ മെമ്പർമാർക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഏതൊരു മലയാളിയുടെയും എല്ലാ ആഘോഷവും ഐശ്വര്യവും രണ്ട് അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നു. അതാണ് ഓണം. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഓണം പോലെ നമ്മുടെ ക്ലബിൻ്റെ എല്ലാ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒന്നിച്ചു നിർത്താൻ ഈ ആഘോഷങ്ങൾ നല്ല ഒരു അവസരമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇന്ന് ഈ പാംഗ്രോവിൽ നടക്കുന്ന ഈ മനോഹരമായ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒത്തുകൂടാനും സന്തോഷിക്കാനും ഒരുമയുടെ സന്ദേശം പങ്കുവയ്ക്കാനും ലഭിക്കുന്ന ഈ സുവർണാവസരം അലവിൽ ലയൺസ് ക്ലബും അതിൻ്റെ ആവേശം മുഴുവൻ ആവേശത്തോടെയും ആഘോഷിക്കുകയാണ്. ഐതിഹ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ ഉത്സവത്തെ നമുക്കെല്ലാവർക്കും കൂടി വരവേൽക്കാം. എല്ലാവരും ഒരേ മനസ്സോടെ ആർപ്പു വിളിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ സ്നേഹവും സൗഹൃദവും പങ്കുവെച്ചുകൊണ്ട് ഈ ഓണാഘോഷം അവിസ്മരണീയമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ക്ലബിന്റെ കൂട്ടായ്മയുടെ ശക്തിയും സേവന തൽപരതയും ഈ ആഘോഷങ്ങളിലൂടെ സമൃദ്ധമാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ഓണാഘോഷം ആശംസിക്കുന്നു. ഈ ഓണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു വിശ്വോത്സവമായിട്ടാണ് കരുതുന്നത്. എന്താണ് വിശ്വോത്സവം? ലോകത്തെമ്പാടും നടക്കുന്ന ഒന്നിച്ച് നടക്കുന്ന ഒരു ഉത്സവം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ലോകത്ത് എല്ലായിടത്തും മലയാളികളുണ്ട്. മലയാളികളുള്ള എല്ലാ ദേശത്തും ഓണാഘോഷവുമുണ്ട്. ഏതൊരു സ്ഥലത്ത്, ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത് നമ്മളൊക്കെ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഈ കേരളത്തിൽ നടക്കുന്നതിലും മഹത്തരമായ രീതിയിൽ ഒരുപാട് നല്ല രീതിയിൽ വെളിയിലാണ്, ഫോറിൻ കൺട്രീസിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് പട്ടണങ്ങളിലുമാണ് ഓണാഘോഷം നന്നായി നടത്തുന്നത്. ഈ ഓണപ്പൂക്കളം അല്ലെങ്കിൽ ഒരു ഓണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 4-5 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഓണപ്പൂക്കളമാണ്. ഓണപ്പൂക്കളത്തിന് എന്താണ് പ്രാധാന്യം? ഓണപ്പൂക്കളത്തിന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, വിവിധ തരത്തിലുള്ള വിവിധ സൈസിലുള്ള പൂക്കൾ കൊണ്ടാണ് എല്ലാവരും ഓണപ്പൂക്കൾ ഒരുക്കുന്നത്. അപ്പോൾ ആ ഓണപ്പൂക്കളത്തിൻ്റെ പ്രത്യേകത എന്താ? അതിലേതെങ്കിലും ഒരു പൂ വേറിട്ട് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവിന് മനോഹാരിത കുറച്ച് കൂടുതലുള്ളതായിട്ടോ നമുക്ക് തോന്നാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചെറിയ ഒരു കുടുംബം, ലയൺസ് ക്ലബ് ഓഫ് അലവിൽ എന്ന് പറയുന്ന ഈ ഒരു കുടുംബം. ഇതിൽ ഒരാളും വ്യത്യസ്തനല്ല, എല്ലാവരും ഒരുപോലെ, എല്ലാവർക്കും തുല്യ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സത്യത്തിൽ ഈ അലവിൽ ലയൺസ് ക്ലബിൻ്റെ എല്ലാ ആഘോഷ പരിപാടികളും. അപ്പോൾ നമ്മുടെ ഈ ഓണം നടത്താൻ തുടങ്ങി നമ്മുടെ 1ാമത്തെ വർഷം തന്നെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1ാമത്തെ വർഷം മുതൽ ഇന്ന് വരെ മുടങ്ങാതെ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഓണാഘോഷം. അപ്പം നമുക്കറിയാം, ഓരോ പ്രസിഡന്റ് മാറി വരുന്നു, സെക്രട്ടറി മാറി വരുന്നു, അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മറ്റും മാറി വരുന്നു. പക്ഷേ എന്നിരുന്നാലും വളരെ മനോഹരമായിട്ട് നമ്മൾ ഓണാഘോഷം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. നമ്മുടെ സെക്കൻഡ് VDG പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാമിന് പഞ്ചില്ല. സത്യത്തിൽ ഒരു പഞ്ച് കുറവ് എനിക്കും തോന്നിയിരുന്നു. സാധാരണ അങ്ങനെയല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നമ്മൾ അകത്തേക്ക് ഇരുന്നിട്ട് നമ്മൾ തുടങ്ങിയോണ്ടാണ്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു എക്കോയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ പഞ്ചും കൂടി, അതുപോലെ തന്നെ എല്ലാവരുടെയും ഉന്മേഷവും കൂടി. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്നു, തകർക്കുന്നു, പരിപൂർണമാക്കുന്നു. എന്നെ നിങ്ങൾ അടിക്കുന്ന കൈ ആ സെക്കൻഡ് VDGയുടെ കാറുകളിൽ ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ 2025 ഓണാഘോഷ പരിപാടി